വെൽക്കം ടു മൈ ചാനൽ. ഇനി നമ്മൾ ചെയ്യുന്നത് കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്. നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. എല്ലാവരും പഴയ പാർട്ട് 8 വരെയുള്ളത് കാണണം, 1 to 8 വരെ കാണണം, പഠിക്കണം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ചാപ്റ്ററിലെ തന്നെ കുറച്ചൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിനകത്ത് നമ്മുടെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മാത്രം ഒന്ന് ചുരുക്കി ഒന്ന് ക്ലാസ് എടുക്കാൻ ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, വെൽക്കം ടു മൈ ചാനൽ. എന്താണ് നമ്മൾ ഈ പാഠത്തിൽ ഫസ്റ്റ് വൺ പഠിച്ചത്? എന്താണ്? അമോണിയ. എന്താണ് അമോണിയ? അമോണിയയുടെ മോളിക്കുലർ ഫോർമുല എന്തായിരുന്നു? NH3. അമോണിയയുടെ മോളിക്കുലർ ഫോർമുല NH3. അമോണിയയ്ക്ക് ഒരു സ്മെല്ലുണ്ട് അല്ലേ? എന്ത് സ്മെല്ലാണത്? ഒരു ഇറിറ്റേറ്റിംഗ്, അതായത് പഞ്ചൻ സ്മെല്ലാണ് നമ്മുടെ അമോണിയയ്ക്കുള്ളത്. പിന്നെ നമ്മുടെ അമോണിയയുടെ ബേസിക് ക്യാരക്ടർ എന്താണ്? നമ്മുടെ അമോണിയയുടെ ബേസിക് ക്യാരക്ടർ എന്താണ്? അസിഡിക് ആണോ ബേസിക് ആണോ? എന്താണ് അമോണിയയുടെ ക്യാരക്ടർ? അമോണിയയുടെ ക്യാരക്ടർ ബേസിക് ക്യാരക്ടർ. ഓക്കെ. പിന്നെ നമ്മളോട് ചോദിച്ചിരുന്നത് അമോണിയയുടെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നല്ലോ. പ്രിപ്പറേഷൻ എന്തായിരുന്നു? നമ്മുടെ പ്രിപ്പറേഷൻ പറയുന്ന പേരെന്തായിരുന്നു? ഹേബർ പ്രോസസ്. ഓക്കെ. പിന്നെ നമുക്ക് എന്താണ് ഇവിടെ ചോദിക്കാനുള്ളത്? നമ്മളോട് ചോദിച്ചിട്ടുണ്ട് റെഡ് ലിറ്റ്മസ് പേപ്പർ എന്ത് അമോണിയയെ കാണിച്ചു കഴിയുമ്പോൾ എന്ത് ചേഞ്ച് ആണ് അവിടെ വരുന്നത്? എന്ത് ചേഞ്ച് ആണ് വരുന്നത്? റെഡ് ടേൺസ് ടു ബ്ലൂ ആയിട്ട് മാറുന്നു. എന്താണ്? റെഡ് ടേൺസ് ടു ഏത് കളറാവുന്നു? ബ്ലൂ കളറായിട്ട് ചേഞ്ച് ചെയ്യുന്നു. എന്താണ്? അമോണിയ ഒരു ഗ്യാസ് ആണ്. അതിൻ്റെ ക്യാരക്ടർ എന്താണ്? ബേസിക് ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് അമോണിയയുടെ ലിറ്റ്മസ് പേപ്പറിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് റെഡ് ചേഞ്ച് ചെയ്ത് ബ്ലൂ ആയിട്ട് മാറുന്നത്. ഓക്കെ. ഇത് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, നമ്മൾ അമോണിയയുടെ പ്രിപ്പറേഷനിൽ, അതായത് ക്വിക്ക് ലൈമിൽ കൂടെ കടത്തി വിടുന്ന റീസൺ, അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ അമോണിയ ഗ്യാസ് ഈസ് ഒബ്ടൈൻഡ് ഈസ് പാസ്ഡ് ത്രൂ ഡ്രൈയിങ് ഏജന്റ് ക്വിക്ക് ലൈം റീസൺ. അതായത് നമ്മൾ അമോണിയ പ്രിപ്പറേഷന് ശേഷം, അമോണിയ നമുക്ക് ഫോം ചെയ്ത് കഴിയുന്ന ശേഷം ക്വിക്ക് ലൈമിൽ കൂടെ പാസ് ചെയ്യും. നമ്മുടെ എക്സ്പെരിമെന്റ് ആണെന്നുണ്ടല്ലോ, ക്വിക്ക് ലൈമിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കും. എന്താണ് അതിന് കാരണം? അമോണിയക്കുള്ളിലെ മോയിസ്റ്ററൊക്കെ അബ്സോർവ് ചെയ്ത് കളയാനായിട്ടാണ്, ഇല്ലാതെയാക്കി പ്യൂർ അമോണിയ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്വിക്ക് ലൈമിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ അതിൻ്റെ എങ്ങനെയാണ്? ദ അമോണിയ ഗ്യാസ് ഈസ് ഒബ്ടൈൻഡ് ഈസ് പാസ്ഡ് ത്രൂ ഡ്രൈയിങ് ഏജന്റ് ക്വിക്ക് ലൈം റീസൺ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലായാലും നമുക്ക് ഒരു അരമാർക്കിൻ്റെ ഒരു ഇതിനകത്ത് വന്നിട്ടൊരു മാർക്കുണ്ട്. ക്വിക്ക് ലൈം എന്താണ്? ഒരു ഡ്രൈയിങ് ഏജന്റ് ആണ്. നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഇതിന്റെ ക്വിക്ക് ലൈമിന്റെ ഒരു ഫീച്ചറാണ് എന്താണ്? ഡ്രൈയിങ് ഏജന്റ് ആണ്. എന്താണ്? ക്വിക്ക് ലൈം ഒരു ഡ്രൈയിങ് ഏജന്റ്, അതായത് മോയിസ്റ്ററിനെ ഇല്ലാതാക്കാൻ, അതിനുള്ള ജലാംശം അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ ആർക്ക് കഴിയുന്നു? നമ്മുടെ ക്വിക്ക് ലൈമിന്റെ CaO. എന്താണ് ക്വിക്ക് ലൈമിന്റെ ഫോർമുല? CaO ആണ് ക്വിക്ക് ലൈമിന്റെ ഫോർമുല. ഓക്കെ. അപ്പോൾ എന്താണ്? ടു അബ്സർവ് റീസൺ എന്താണ്? ടു അബ്സർവ് മോയിസ്റ്റർ. എന്താണ്? ടു അബ്സർവ് മോയിസ്റ്റർ. അതിനുള്ളിലെ മോയിസ്റ്റർ ഇല്ലാതാക്കുക എന്നാണ് അതിൻ്റെ അവിടുത്തെ ജോലി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പിന്നെ നമ്മോട് ചോദിച്ചേക്കുവാണ് വാട്ട് ഇന്റർഫറൻസ് ക്യാൻ ബി മെയ്ഡ് അബൌട്ട് ദ സോലിബിലിറ്റി ഓഫ് അമോണിയ ഇൻ വാട്ടർ. അമോണിയയുടെ സോലിബിലിറ്റി, വാട്ടറിലെ സോലിബിലിറ്റി എങ്ങനെയാണെന്നാണ് നമ്മോട് ചോദിച്ചേക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ വാട്ടറിലെ സോലിബിലിറ്റി? അമോണിയ ഈസ് ഹൈലി സോലുബിൾ ഇൻ വാട്ടർ. അമോണിയ ഈസ് ഹൈലി soluble in water. Highly soluble in water. Okay. പിന്നെ നമ്മളോട് പറയുകയാണ്, അപ്പം നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, ടാങ്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. നമ്മളിങ്ങനെ റിലേറ്റഡ് ആയിട്ട് ചെയ്ത് തന്നെ പഠിക്കണം. നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചു കഴിയുമ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ എന്തെങ്കിലും ഓർക്കുകയാണെങ്കിൽ അതിപ്പോൾ അവിടെ അല്ലല്ലോ ഇവിടെ അല്ലല്ലോ നമുക്ക് പിന്നെ നോക്കാം എന്ന് വിചാരിക്കാതെ അപ്പോൾ തന്നെ അതിൽ നോക്കാം. ഇവിടെ നമ്മളോട് ഞാനിങ്ങനെ ഓർത്തപ്പോഴാണ് നമ്മളോട് ചോദിച്ചായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ്? വെൻ an ammonia tanker leaks, water is reduced in intensity. What is the reason for this? അതായത് ഒരു അമോണിയ ടാങ്ക് ലീക്ക് ആയതിനു ശേഷം നമ്മൾ അവിടെ വെള്ളം അമിതമായിട്ട് കൂടുതൽ കൊടുത്തു കഴിയുമ്പോൾ അവിടുത്തെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് ഇതിൻ്റെ
അമോണിയയുടെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ സാധിക്കുമോ എന്ന് നമ്മളോടൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്താണ് അതിനൊരു ആൻസർ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. അമോണിയ ഈസ് ഹൈലി സോലുബിൾ ഇൻ വാട്ടർ. അപ്പോൾ നല്ലത് അമോണിയയ്ക്ക് വെള്ളത്തിൽ ലയിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അമോണിയയുടെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ബേസിക്. എൻ്റെ നേച്ചർ എന്താണ് എൻ്റെ നേച്ചർ? ബേസിക് നേച്ചർ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മളിപ്പോൾ ചോദിക്കുകയാണ് അമോണിയ വാട്ടറിൽ ലയിച്ചതിന് ശേഷമുള്ള മോളിക്കുലർ ഫോർമുല എഴുതാൻ. എങ്ങനെയായിരിക്കും എൻ്റെ മോളിക്കുലർ ഫോർമുല? അമോണിയ പ്ലസ് വാട്ടർ NH3 പ്ലസ് H2O ഗീവ്സ് എന്താണ് നമുക്ക് കിട്ടുന്നത്? NH4OH ആയിട്ട് മാറുന്നത്. അമോണിയ വാട്ടറിൽ ലയിച്ച് കിട്ടും നമുക്ക് പ്രോഡക്റ്റ് എന്താണ് കിട്ടുന്നത്? NH4OH ആണ് കിട്ടുന്നത്. നമുക്ക് വേറെ മാർക്കുകൾ ക്വസ്റ്റ്യനിൽ ഒരു മാർക്കിന് ചോദിക്കാം. അമോണിയം വാട്ടറുടെ സോലുബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ്? NH4OH ആണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ഓക്കെ, അത് മനസ്സിലായല്ലേ? പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സോലിബിലിറ്റിയുടെയും ഒരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ഒരു ടേബിൾ ഉണ്ടായിരുന്നല്ലോ. കളർ ഉണ്ടോ അമോണിയയ്ക്ക്? ഇല്ല, നോ കളർ. ഓർഡർ ഉണ്ട്. എന്താണ്? പഞ്ച് ആൻഡ് സ്മെല്ലാണ്. സോലിബിലിറ്റി ഓഫ് വാട്ടർ വെരി ഹൈ സോലിബിലിറ്റി ഇൻ വാട്ടർ ആണ്. അതുപോലെ ഡെൻസിറ്റി ഇതാണ് ഓഫ് എയറിനേക്കാളും കുറവാണ് അമോണിയയ്ക്ക് ഡെൻസിറ്റി. പിന്നെ നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നാണ് ലിക്വിഡ് അമോണിയയും ലിക്വിഡ് അമോണിയയും. ഓക്കെ, എന്താണെന്ന് നമുക്കൊന്നിട്ട് നോക്കാം. എന്താണ് ലിക്വിഡ് അമോണിയ എന്ന്? ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞാൽ ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് അമോണിയ ഇൻ വാട്ടർ ഇസ് കോൾഡ് ലിക്വിഡ് അമോണിയ. അതായത് ഹൈലി കോൺസെൻട്രേറ്റഡ് അമോണിയ വാട്ടറിൽ നമുക്ക് എന്ത് പറയാം? ലിക്വിഡ് അമോണിയ എന്ന് പറയാം. അതുപോലെ തന്നെ ഒന്നാണ് ലിക്വിഡ് അമോണിയ. തമ്മിലുള്ള ഡിഫറൻസ് ശ്രദ്ധിക്കണം. ലിക്വിഡ് അമോണിയ ആൻഡ് ലിക്വിഡ് അമോണിയ. ലിക്വിഡ് അമോണിയ എന്താണ്? അമോണിയ ക്യാൻ ബി ലിക്വിഫൈഡ് വെരി ഈസിലി ബൈ അപ്ലൈയിങ് പ്രഷർ. ഒരു പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് ലിക്വിഡ് NH3. എന്താണ്? പ്രഷർ കൊടുത്ത് ലിക്വിഫൈ ചെയ്ത അമോണിയയ്ക്ക് പറയുന്ന പേരാണ് ലിക്വിഡ് അമോണിയ. മറ്റേത് എങ്ങനെയാണ്? ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് അമോണിയ ഇൻ വാട്ടർ. വാട്ടറിൽ ആഡ് ചെയ്ത അമോണിയയ്ക്ക് പറയുന്നതാണ് ലിക്വിഡ് അമോണിയ. അതായത് പ്രഷർ കൊടുത്ത് അപ്ലൈയിങ് പ്രഷർ കൊടുത്ത് ലിക്വിഫൈ ചെയ്ത് കഴിഞ്ഞ് പറയുന്ന പേരാണ് ലിക്വിഡ് അമോണിയ. ഓക്കെ, നമ്മളുടെ ഡിഫറൻസ് മനസ്സിലായില്ലേ? പിന്നെ നമ്മളോടൊരു ചോദ്യം ഉള്ളത്, ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ അമോണിയയുടെ ടാങ്ക് ലീക്ക് ആവുന്ന കാര്യം അത് നമ്മൾ പഠിച്ചതാണല്ലോ, അത് നമുക്കറിയാവുന്നതാണ്. പിന്നെ വാട്ട് ആർ ദ യൂസസ് ഓഫ് അമോണിയ? അമോണിയ നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? അത് നമ്മുടെ പഴയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തിനൊക്കെയായിരുന്നു? ഫോർ ദ മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പിന്നെ ലൈക്ക് ദ അമോണിയം സൾഫേറ്റ്, യൂറിയ, അങ്ങനെയുള്ളതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ എന്തിനാണ്? ആസ് എ റെഫ്രിജറന്റ് ഐസ് പ്ലാന്റ്സ്, ടു ക്ലീൻ ടൈൽസ് ആൻഡ് വിൻഡോ പാൻസ്. അതിനുവേണ്ടിയാണ് നമ്മൾ അമോണിയ യൂസ് ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ അമോണിയയുടെ പോർഷൻ തന്നെ ഉള്ളതാണ്. അമോണിയം ക്ലോറൈഡ് ഈസ് ഹീറ്റഡ് സ്ട്രോങ്ലി ഇൻ എ ബോയിലിംഗ് ട്യൂബ്. എ വെറ്റ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഈസ് പ്ലേസ്ഡ് അറ്റ് ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. അതായത് അമോണിയം ക്ലോറൈഡ് നന്നായിട്ട് ബോയിൽ ചെയ്യുക, ഹീറ്റ് ചെയ്യുക, ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് നന്നായി ഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു നനഞ്ഞ ലിറ്റ്മസ് പേപ്പർ അതിൻ്റെ മുകളിലെ അതിൻ്റെ മൗത്ത് പോർഷനിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് നമ്മളോട് ചോദിച്ചേക്കുന്നത്? അതിൻ്റെ റീസണും എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തായിരിക്കും സംഭവിക്കുന്നത്? റെഡ് ലിറ്റ്മസ് പേപ്പർ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞ് ബേസിക് ക്യാരക്ടർ ആയതുകൊണ്ട് റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറും? ബ്ലൂ ആയിട്ട് മാറും. ഫസ്റ്റ് വൺ എന്താണ്? റെഡ് ടേൺസ് ടു ബ്ലൂ. ഓക്കെ, ഇനി നമ്മളോട് അടുത്ത് എന്താണ് ചോദിച്ചേക്കുന്നത്? അതിൻ്റെ റീസൺ എന്താണ്? ഇപ്പം നമുക്ക് പറയാം. എന്താണ്? നമ്മുടെ അമോണിയ ഒരു ബേസിക് ക്യാരക്ടറാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറുന്നു? ബ്ലൂ ആയിട്ട് മാറുന്നു. അതിനുശേഷം ഇത് കുറച്ച് സമയത്തിന് ശേഷം ഈ പിന്നെ ബ്ലൂ ടേൺസ് ടു റെഡ് ആയിട്ട് മാറുന്നു. അതിന്റെ റീസൺ എന്താണ്? നമ്മൾ എന്താണ് ഇവിടെ ഹീറ്റ് ചെയ്തേക്കുന്നത്? അമോണിയം ക്ലോറൈഡ്, അതായത് NH4Cl ആണ് നമ്മളിവിടെ ഹീറ്റ് ചെയ്തേക്കുന്നത്. NH4Cl അമോണിയ അല്ല, NH4Cl ആണ് ഹീറ്റ് ചെയ്തേക്കുന്നത്. NH4Cl ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നു? NH3 പ്ലസ് HCl.
എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്? അമോണിയ ഉണ്ടാകുന്നു, ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഇവിടെ നമുക്കറിയാം അമോണിയ എന്താണ്? ബേസിക് നേച്ചർ. അതുപോലെ HCl എന്താണ്? അസിഡിക് നേച്ചർ. അതുകൊണ്ടാണ് ആദ്യം നമ്മുടെ റെഡ് ലിറ്റ്മസ് പേപ്പർ കാണിച്ചപ്പം ആദ്യം ഇവോൾവ് ചെയ്ത് എന്തായിരുന്നു? അമോണിയ ആയിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് റെഡ് ടേൺസ് ടു ബ്ലൂ ആയിട്ട് മാറുന്നത്. കുറച്ച് സമയത്തിന് ശേഷം എന്തായി? HCl വന്നല്ലേ? HCl ആരാണ്? അസിഡിക് ആണ്. അസിഡിക് വന്നു കഴിഞ്ഞപ്പോൾ എന്തായി? അസിഡിക് നോക്കിയപ്പോൾ റെഡ് ലിറ്റ്മസ് പേപ്പർ അല്ല, ബ്ലൂ ആണ്. ബ്ലൂ ടേൺസ് ടു എന്തായിട്ട് മാറി? റെഡ് ആയിട്ട് മാറി. ഓക്കെ, അതിന്റെ ആൻസർ എന്താ? ഇങ്ങനെ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. On strong heating, NH4Cl decomposes in NH3 and HCl gases. അതായത് ഒരു സ്ട്രോങ് നമ്മൾ ഹീറ്റ് ചെയ്ത കൂട്ടത്തിൽ ഡീകമ്പോസ് ചെയ്ത് NH4Cl ഡീകമ്പോസ് ചെയ്ത് NH3യും HClമായിട്ട് മാറും. ഓക്കെ, NH3 being lighter than HCl. ആദ്യം NH3 വരാനുള്ള കാരണം എന്താണ്? NH3 ആണ് HClനേക്കാളും ലൈറ്റർ. അതുകൊണ്ട് അത് വേഗം ആദ്യം വന്നു. NH3 being lighter than HCl reaches the top first and changes the red litmus turns to blue. Soon acidic HCl reaches the top of and changes blue litmus to red litmus. ഇതിന്റെ റീസൺ ഒന്നുകൂടി പറയാം. എന്താണ്? On strong heating, NH4Cl decomposes എന്തായിത്തീരുന്നു? NH3 and HCl gases. NH3 being lighter than HCl. NH3 എന്താണ്? NH3 HClനേക്കാളും ലൈറ്റർ ആയതുകൊണ്ട് ആദ്യം ഒന്ന് ചേർന്നു. എന്താണ്? reaches the top first and changes the red litmus turns to blue. നമ്മൾ പറയത്തില്ലേ, ചെറിയ പിള്ളേർ വലിയ പിള്ളേരോടാണ് ആദ്യം ചെറിയ പിള്ളേർ ഓടിച്ചത്. അത് പറഞ്ഞതുപോലെ തന്നെ ലൈറ്റർ ആയ അമോണിയ ആദ്യം ഓടിച്ചെന്നിട്ട് എന്ത് പറ്റി? നമ്മുടെ ലിറ്റ്മസ് പേപ്പർ ചേഞ്ച് ചെയ്ത് കളർ റെഡ് ടേൺസ് ടു ബേസിക് ആയതുകൊണ്ട് പ്രത്യേകം ഓർക്കണം, അമോണിയ ഗ്യാസസ് ബേസിക് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് റെഡ് കളർ ടേൺസ് ടു ബ്ലൂ. അപ്പോഴത്തേനും നമ്മുടെ HCl അങ്ങ് ചെന്നു. HCl ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയത്? സൂൺ അസിഡിക്. HClന്റെ സ്വഭാവം വേറെയല്ലേ? എന്താണ്? അസിഡിക് ആണ് അല്ലേ? അസിഡിക് വേഗം അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ നമ്മുടെ റെഡുമായിട്ട് ഇങ്ങനെ റെഡ് മാറി ബ്ലൂ ആയിട്ട് ഇങ്ങനെ ലിറ്റ്മസ് പേപ്പർ നിൽക്കുന്നു. അതുകൊണ്ട് HCl എന്ത് ചെയ്തു? HCl വേഗം ചെന്ന് അവന്റെ സ്വഭാവം കൊണ്ട് കാണിച്ചപ്പോൾ എന്തായി? പിന്നെ ലിറ്റ്മസ് പേപ്പർ ചേഞ്ച് ചെയ്ത് എന്തായിട്ട് മാറി? റെഡ് ആയിട്ട് തന്നെ മാറി. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. Red turns to blue. Soon acidic HCl reaches the top and changes the blue turns to red litmus paper again. അതായത് ആദ്യം നമ്മുടെ അമോണിയ ചെന്നു, അമോണിയ അങ്ങോട്ട് ചെന്നിട്ട് ഓടിച്ചതിന്റെ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ ചേഞ്ച് ചെയ്തു. ചേഞ്ച് ചെയ്ത് എന്തായിട്ട് മാറി? റെഡ് ടേൺസ് ടു ബ്ലൂ. ഉടനെ നമ്മുടെ അസിഡിക് അങ്ങോട്ട് ചെന്നു, ആസിഡ് അങ്ങോട്ട് ചെന്നു. ആസിഡ് എന്ന് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ബ്ലൂ ടേൺസ് ടു റെഡ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഇതൊരു ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണല്ലോ നമുക്ക് കൂടുതൽ ചോദിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്ന്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചേക്കാണ്, എ ഗ്ലാസ് റോഡ് ഡിപ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ഷോൺ ഇൻസൈഡ് എ ജാർ ഫിൽഡ് വിത്ത് അമോണിയ ഗ്യാസ്. What will be the observation? Complete the chemical equation and find out the product. ഗ്ലാസ് റോഡ് നമ്മൾ എന്തായിരുന്നു? അമോണിയ എടുത്തോട്ട് അല്ലേ? അമോണിയ എടുത്തോട്ട് ചെന്ന് വെച്ച് കഴിയുമ്പോൾ വൈറ്റ് ഫ്യൂംസ് ഫോം ചെയ്യും അല്ലേ? ഒരു വൈറ്റ് ഫ്യൂംസ്. ഫോം ചെയ്യും. പിന്നെ നമ്മളോട് ചോദിച്ചത് കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ അല്ലേ? എന്തായിരുന്നു? NH3 plus HCl. NH3യുടെ HCl ആണ് നമ്മൾ ചെയ്തല്ലേ? അപ്പം നമുക്ക് എന്താണ് പ്രോഡക്റ്റ് കിട്ടുന്നത്? NH4Cl ആയിട്ട് പ്രോഡക്റ്റ് ഫോം ചെയ്തു. ഓക്കെ, അതാണ് ഇതുപോലെ മോളിക്കുലർ ഫോമിൽ എഴുതാനായിട്ട് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് ഇതുപോലത്തേക്ക് നമ്മളിങ്ങനെ പഠിക്കുന്നതുകൊണ്ട് മോളിക്കുലർ ഫോമിൽ എഴുതാനും കൊണ്ടുവന്ന് പഠിച്ചുകൊണ്ട് നോക്കി. NH3 plus HCl. ഇവിടെ എന്താണ്? അമോണിയയുടെ കൂടെ H കൂടെ വന്നു. അപ്പോൾ എന്തായി തീർന്നു? NH4 ആയി. പിന്നെ ഉള്ളത് Cl ആയിരുന്നു. Cl നമ്മൾ അതുപോലെ അങ്ങനെ നമുക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടി? NH4Cl കിട്ടി. ഇനി നമ്മളോട് അടുത്തത് ചോദിച്ചേക്കുന്നത് ഇതുപോലെ കെമിക്കൽ ഇക്വേഷൻ തന്നെയാണ്. റൈറ്റ് എ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ് വൈൽ ഹീറ്റിംഗ് ആൻഡ് ദ റീകോമ്പിനേഷൻ പ്രോഡക്ട്സ് ഫോംഡ്.
നമ്മൾ കഴിഞ്ഞ വർഷം റിവേഴ്സിബിൾ ഒക്കെ പഠിച്ചിട്ടായിരുന്നോ? അതേപോലെ തന്നെയുള്ള ഒന്നാണ് വരുന്നത്. എന്താണ്? റൈറ്റ് എ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ് വൈൽ ഹീറ്റിംഗ് recombination of products formed. Here gives NH3 gas plus HCl. നമുക്കറിയാലോ ഹീറ്റ് ചെയ്താൽ ഇങ്ങനെയായിട്ട് മാറും. ഇത് നമ്മൾ പറയണേ NH3 ഗ്യാസ് പ്ലസ് HCl. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അത് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? NH4Cl കിട്ടും. ഇതിന് നമുക്കൊരു കെമിക്കൽ ഇക്വേഷൻ, നമ്മൾ കെമിക്കൽ ഇക്വേഷൻ ഒക്കെ പഠിച്ചത് നമുക്കറിയാമല്ലോ. റിവേഴ്സിബിൾ എഴുതാൻ റിവേഴ്സിബിൾ ഇക്വേഷൻ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അതുപോലെ നമുക്ക് എഴുതാം NH4Cl സോളിഡ് റിവേഴ്സിബിൾ ഗീവ്സ് NH3 plus HCl. അതായത് നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ എഴുതി. നമുക്കറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാം NH4Cl ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിട്ട് മാറും? NH3യും HCl മാറും. ഡീകമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ വരും. അതുപോലെ നമുക്ക് റിവേഴ്സിബിൾ ആയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ NH4Cl സോളിഡ് ഗീവ്സ് NH3 plus HCl. ഓക്കെ, ഇപ്പം നമ്മൾ അമോണിയയുടെ പോർഷനിലുള്ള ഒട്ടുമിക്ക പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇനി നമുക്ക് അടുത്തത് എന്താണ്? കെമിക്കൽ ഇക്വിലിബ്രിയം ആണല്ലേ. കെമിക്കൽ ഇക്വിലിബ്രിയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിച്ച് തന്നെ നമുക്ക് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീക്ക് ചാർട്ടേഴ്സ് പ്രിൻസിപ്പിൾ അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.